നോക്കി വന്നത് ടെമ്പറേച്ചറാണ്. നോക്കാം. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻഡെക്സ് ഓഫ് ഹീറ്റ് ദാറ്റ് ഇസ് സെൻസിബിൾ. നമുക്ക് സെൻസിബിൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇൻഡെക്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. Okay, it indicates the kinetic energy of molecules or the speed at which the molecules move. So this it tells about the speed at which the molecules move. It is the index of the heat that is sensible. Okay. While in air and in water, molecules keep on moving and changing their locations very often, and in solids, the molecules involved in a vibration movement and not moving. അതായത് നമ്മൾ ഒരു വെള്ളത്തിലോ ഒരു കടലിലോ അല്ലെങ്കിൽ നമ്മുടെ എയറിലോ എന്താണ് മോളിക്യൂൾസ് കീപ്പ് ഓൺ മൂവിങ് ആൻഡ് ചേഞ്ച് ദ ലൊക്കേഷൻ വെരി ഓഫൺ. മോളിക്യൂൾസ് പെട്ടെന്ന് ലൊക്കേഷൻസൊക്കെ ചേഞ്ച് ചെയ്യും അല്ലേ. ആൻഡ് ഇൻ സോളിഡ്സ് ദ മോളിക്യൂൾസ് ഇൻ സോളിഡ്സ് വൈബ്രേഷൻ മൂവ്മെൻറ്റ് നോട്ട് മൂവിങ്. ഒരു സോളിഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു വൈബ്രേഷൻ മൂവ്മെൻറ്റാണ്, ശരിക്കും ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല. The speed at which a vibration takes place is described as temperature. അപ്പം ഈ ഒരു വൈബ്രേഷൻ നടക്കുന്നതിൻ്റെ ആ ഒരു വേഗത അതിനെ വിളിക്കുന്നതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇസ് എൻ ഇൻഡെക്സ് ഓഫ് ഹീറ്റ് ദാറ്റ് ഇസ് സെൻസിബിൾ. Okay, the speed at which this vibration takes place is described as temperature. So ഒരു വൈബ്രേഷൻ നടക്കുന്നതിൻ്റെ ആ ഒരു സ്പീഡ്നെസ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ് ടെമ്പറേച്ചർ എന്ന്. ഓക്കെ, temperature is measured using thermometer. അപ്പം ഈ ഒരു body having higher temperature has the property of transmitting it to another one having lower temperature. അപ്പോൾ ഒരു ബോഡി നല്ല ചൂടുള്ള ബോഡിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദാറ്റ് ഹീറ്റ് ടു എ ലോവർ ടെമ്പറേച്ചർ വൺ. ഓക്കെ, ടെമ്പറേച്ചർ is measured using thermometer and is reported either as Celsius, Kelvin or Fahrenheit scale. The Earth's temperature varies in an altitude horizontal manner in the atmosphere. ഒരു ഓൾട്ടിറ്റ്യൂഡിലുള്ള ഒരു ഹോറിസോണ്ടൽ മാനറൊക്കെ നോക്കിയാൽ ഒത്തിരിയധികം വേരിയസ് ഉണ്ടാകും. അപ്പം വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സ് ഓഫ് ഹീറ്റ് ദാറ്റ് ഇസ് സെൻസിബിൾ ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. ഇത് നമ്മൾ നോക്കി. ഇനി അടുത്ത ഓൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷനുണ്ട്, ഹൊറിസോണ്ടൽ വേരിയേഷനുണ്ട് നമ്മുടെ ടെമ്പറേച്ചറിന്. സോ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. അതായത് നമ്മൾ ട്രോപ്പോസ്ഫിയർ നോക്കുമ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഹൈറ്റ് കൂടുന്നതോറും ടെമ്പറേച്ചർ കുറയും. അത് ഡിക്രീസസ് അറ്റ് റേറ്റ് ഓഫ് 6.4 degrees Celsius per kilometer. അതായത് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ അത്രയും വെച്ച് കുറയാണ്. ദിസ് റേറ്റ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് വിത്ത് ഹൈറ്റ് ഇസ് കോൾഡ് ലാപ്സ് റേറ്റ്. ആ ഒരു ഇതിനാണ് ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ലാപ്സ് റേറ്റ് ഈസ് നോട്ട് യൂണിഫോം ആൻഡ് ഇറ്റ്സ് വേരീസ് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് കണ്ടീഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. സോ അത് പൊല്യൂഷനനുസരിച്ച് അത് ഡിഫറെൻറ്റ് വേരി ചെയ്യുമെങ്കിലും പക്ഷേ ലാപ്സ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മേലോട്ട് കയറും തോറും നമുക്ക് കുറഞ്ഞു വരികയാണ്. ഓക്കെ, തണുപ്പ് വരിക. ഓക്കെ, ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ വേരിയേഷൻ എന്താണ്? Temperature varies at different times of the day at different locations due to various reasons and factors. Okay, it also varies at different months and seasons of the year. Okay, so of the year. Okay, of the year. Okay, the hour of the day more. അതായത് ടെമ്പറേച്ചർ വേരീസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഒരു ദിവസം തന്നെ ടെമ്പറേച്ചർ വേരി ചെയ്യും ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ ആസ് വെൽ ഡ്യൂ ടു ദി വേരിയസ് റീസൺസ് ആൻഡ് ഫാക്ടേഴ്സ്. സോ ഒരു ദി അവർ ഓഫ് ദി ഡേ എന്ന് പറയുമ്പം മോർ സോളാർ എനർജി ഇസ് റിസീവ്ഡ് ഡ്യൂറിങ് ദി നൂൺ വെൻ സൺ റേസ് സ്ട്രൈക്ക് വെർട്ടിക്കലി ഓവർ ഹെഡ് അല്ലേ, ഉച്ച സമയത്ത്. ദാൻ ആവേഴ്സ് ഇൻ ദ മോർണിംഗ് ആവേഴ്സ്. ഓക്കെ, പിന്നെ അടുത്ത് ഇൻസലേഷൻ. ദ ഫിനോമിന ഓഫ് ഡേ ആൻഡ് നൈറ്റ് occurs as a result of revolution and rotation of the earth. അല്ലേ, ഒരു രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ടെമ്പറേച്ചറിനും റെവല്യൂഷനും കാരണമാണ്. ഡ്യൂ ടു ദ റെവല്യൂഷൻ വൺ ഹാഫ് ഓഫ് ദ ഗ്ലോബ് is exposed to sunlight and the other half is not exposed, but it's exposed to the darkness, right? The temperature of any given area is based on the insolation of that area. The length of daylight and the angle at which the ray falls on the earth also determine the amount of insolation and temperature of it. അപ്പോൾ എക്സ്പോഷർ എന്ന് പറയുന്നത് നമ്മളിപ്പം സൂര്യനോട് ആ ഒരു ഭാഗത്തോട്ടാണെങ്കിൽ ചില മറ്റേ ഭാഗം നമ്മുടെ ഒരു റെവല്യൂഷൻ കാരണം മറ്റേ ഭാഗം ഇരുട്ടായിരിക്കും അല്ലേ, അതാണ് ഇൻസലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു ട്രോപ്പോസ്ഫിയർ വരെ പോകുമ്പോൾ അവിടെ തണുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ ആണ് നോക്കുന്നത്. ദ സൺ റേസ് സ്ട്രൈക്ക് ഇൻ പെർപെൻഡിക്കുലർ മാനർ ഓൺ ദി ഇക്വേറ്റർ.
അതായത് ഇക്വേറ്ററിൻ്റെ അവിടെ പെർപെൻഡിക്കുലർ മാനറിലാണ് സൺ റൈസ് സ്ട്രൈക്ക് ചെയ്യുന്നത്. നിയർ ദ പോൾസ് സ്ട്രൈക്സ് അറ്റ് ആൻ ആംഗിൾ. ഡു ദിസ് ഏരിയാസ് ഫാദർ ഫ്രം ദ ഇക്വേറ്റർ വിൽ എക്സ്പീരിയൻസ് ലെസ്സസ്റ്റ് ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് നമ്മളുടെയൊക്കെ നല്ല ചൂട്, കാരണം വി ആർ ഇൻ ദി ഇക്വേറ്റർ, റൈറ്റ്? ബട്ട് ദ പ്ലേസസ് വിച്ച് ഇസ് ഫാർ ഫ്രം ദ ഇക്വേറ്റർ വിച്ച് ഇസ് ബിലോങ് ടു ദ പോൾസ് ആൻഡ് ഓൾ, വാട്ട് ഹാപ്പൻ ഈസ് അവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കും. Okay. The tilt of the axis. The Earth's axis tilted at an angle 66.5 degrees to the plate of the ecliptic. അതായത് it is tilted at an angle of 66 degree. This tilt is maintained throughout its orbit. ആ ഒരു tilt ഓർബിറ്റിൽ ഫുൾ മെയിൻറ്റെയിൻ ചെയ്യും. The tilting of an axis leads to seasonal variations. അപ്പോൾ ആ ഒരു tilting of the axis ആണ് നമുക്ക് seasonal variationsലേക്ക് കടക്കുന്നത്. Closer to June are summer months in the hemisphere. During this period, the northern hemisphere receives greater amount of solar energy. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ നല്ല ഗ്രേറ്റർ സോളർ എനർജിയൊക്കെ കിട്ടും. ഓക്കെ. അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ. ദ ഹീറ്റിംഗ് ഓഫ് ദ എർത്ത് സർഫസ് ഡിഫറൻസ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സർഫസ് ഇൻ ദ ഏരിയ. ഫോർ ഇൻസ്റ്റൻസ് റോക്കി സർഫസ് ഗെറ്റ് ഹീറ്റഡ് റാപ്പിഡ്ലി. ഓക്കെ, അതായത് നമ്മൾ ഇക്വേറ്ററിന് നമുക്ക് ദ ഹീറ്റിംഗ് ഓഫ് ദ എർത്ത് സർഫസ് ഡിഫറൻസ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ദ സർഫസ് ഇൻ an area. For instance, rocky surface gets heated rapidly, while water takes considerably long time to get heated up. In the same way, rocky surfaces loses heat rapidly as against the water which loses heat slowly. Okay, അപ്പം ഒരു ദിവസത്തിൻ്റെ ആറനുസരിച്ചിരിക്കും അത് നമ്മുടെ ഒരു ഗ്ലോബിനകത്ത് ഇക്വേറ്റർ അനുസരിച്ച് ഇക്വേറ്ററിനടുത്താണോ അതായത് നമ്മുടെ എർത്ത് ടിൽറ്റായിട്ടിരിക്കും. അപ്പം കുറേ ചില മാസങ്ങളിൽ ചൂട് കാണും. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ സൈക്ലോൺസ് ആണ്. സൈക്ലോൺസ് കഴിഞ്ഞിട്ട് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ മൺസൂൺസ് ഉണ്ട്. ഓക്കെ.